Good evening, friends. And now uh, I am dealing with the different areas of specialization and career opportunities for social workers. നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ വർക്ക് ഫീൽഡിൽ ഒരുപാട് ഏരിയാസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇത് പ്രധാനമായിട്ടും ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. So I am focusing on the different areas of specializations and career opportunities of social workers, especially നിങ്ങളെല്ലാവരും ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ചെയ്യുന്നത് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. All of you are welcome. And here the session objectives are here we are focusing on distinguish the areas of specialization of the social work practice, and the second one, appreciate the areas of specialization of social work through a short role play that we can discuss later. And the third one, the very important one, know the different career opportunities of social work. And we are moving on to the different roles of social worker in different fields. We can find different roles of social worker in different fields. We are getting different fields in social work during the last semester. അവിടെ നമ്മൾ പഠിച്ചത് we can play the roles of advocate, counselor, broker, researcher, mediator, educator, enabler, community change agent. We can focus on and we will focus on each role. As an advocate, social worker is trying to present a particular problem of the community before a panel. നമുക്കറിയാം, ഓരോ സ്ഥലത്തും ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ആളായിട്ട് മാറുക എന്നുള്ളതാണ്, കമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരാളായിട്ട് മാറുക എന്നുള്ളതാണ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന റോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ, കൗൺസിലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എന്താ പറയുക, വി ആർ ഡീലിംഗ് വിത്ത് പേഴ്സൺസ് ഇൻ സോഷ്യൽ കേസ് വർക്ക് സെറ്റിംഗ്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് സെറ്റിംഗ്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. ഈ പറയുന്ന 3 പ്രൈമറി മെത്തേഡ്സും ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ബെറ്റർമെൻറ്റ് ത്രൂ ത്രൂ അപ്ലൈയിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അതാണ് ഇപ്പോൾ കൗൺസിലർ എന്ന് പറയുന്നത് കേസ് വർക്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. വി ആർ ഡീലിംഗ് വിത്ത് ദ പ്രസൻറ്റ് പ്രോബ്ലം ഓഫ് ദ പേഴ്സൺ, ദാറ്റ് ഈസ് കൗൺസിലർ. ആൻഡ് സെക്കൻഡ് വൺ and next one, social group work. We are dealing with the persons through group activities, and we are focusing on group counseling in this method of social work. As a broker, നമുക്കറിയാം, ഒരു സോഷ്യൽ വർക്കർ നമുക്ക് ആസ് എ ബ്രോക്കർ എന്ന് പറയുന്നത് എന്താണ് അവിടെ ചെയ്യണേ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സർവീസസ് ഒക്കെ കമ്മ്യൂണിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു പേഴ്സണിലേക്കോ ഒരു ഗ്രൂപ്പിലേക്കോ എത്തിക്കുക എന്നുള്ളതാണ് ബ്രോക്കർ എന്ന് പറയുന്ന ഒരു റോളിൽ സോഷ്യൽ വർക്ക് ചെയ്യുന്നത്. റിസർച്ചർ മീൻസ് വി ക്യാൻ റിസർച്ച് സംതിങ്, വി ക്യാൻ ഫൈൻഡ് സംതിങ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ സൊസൈറ്റി. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മെത്തേഡ്സിലോ വാല്യൂസിലോ അല്ലെങ്കിൽ തിയറിയിലോ മാറ്റങ്ങൾ വരുത്താനായിട്ട് സോഷ്യൽ വർക്കർ ശ്രമിക്കുകയാണ്. അവൻ്റെ ഫീൽഡ് എക്സ്പോഷർ വെച്ചിട്ട് അവനവിടെ മാറ്റങ്ങൾ സംഭവിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാം. അടുത്തൊരു റോൾ എന്ന് പറയുന്നത് ആസ് എ മീഡിയേറ്റർ. ഞാൻ പറയുന്നത് ആസ് എ മീഡിയേറ്റർ അവർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലാണ് ഈ റോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വരിക. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ തീർച്ചയായിട്ടും മീഡിയേറ്റർ എന്ന് പറയുന്ന റോളിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഡിസ്പ്യൂട്ടുള്ള 2 കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുക. ഒരു ന്യൂട്രൽ ലെവലിൽ സോഷ്യൽ വർക്കർ അവിടെ അവൻ്റെ റോള് പ്ലേ ചെയ്യും. അപ്പോൾ എവിടെയൊക്കെയാണ് ഏത് രീതിയിലാണ് സോഷ്യൽ വർക്കർ അവിടെ പ്ലേ ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആസ് എൻ എഡ്യൂക്കേറ്റർ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് കൊറോണ ഇനീഷ്യേറ്റീവ്സിൽ അല്ലെങ്കിൽ കൊറോണയുടെ പ്രിവെൻഷനിലും
അല്ലെങ്കിൽ അതിലെ അവയർനെസ്സിലൊക്കെ കൃത്യമായിട്ട് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന റോള് കൃത്യമായിട്ട് സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യാപ്സൊക്കെ കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് അതുപോലെയുള്ള സംഘടനകൾ മുഴുവനും ദേ ആർ ഫോക്കസിങ് ഓൺ ദ എഡ്യൂക്കേറ്റിംഗ് ദ കമ്മ്യൂണിറ്റി ഇറ്റ് സെൽഫ്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് സോഷ്യൽ വർക്കേഴ്സിൻ്റെ റോള് മാറിക്കൊണ്ടിരിക്കുന്നു. ആസ് എൻ എനേബിളർ നമുക്കറിയാം ദിസ് എനേബിളർ ഈസ് ഫോക്കസിങ് ഓൺ enabling something for the community, for the group and for the individual itself. കമ്മ്യൂണിറ്റി ചേഞ്ച് ഏജൻറ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ഇപ്പോൾ നമുക്കറിയാം ട്രൈബൽ കമ്മ്യൂണിറ്റി ആവാം, റൂറൽ കമ്മ്യൂണിറ്റി ആവാം, അല്ലെങ്കിൽ അർബൻ കമ്മ്യൂണിറ്റി ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഇപ്പോൾ എന്താ പറയുക നമുക്ക് തിരിച്ചറിയാൻ അല്ലെങ്കിൽ തിരിച്ചറിയുന്ന രീതിയിലുള്ള ഏത് കമ്മ്യൂണിറ്റി, സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയുടെ definition തന്നെ നമുക്കറിയാം. കമ്മ്യൂണിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയ ഹാവിങ് കോമൺ ഇൻട്രസ്റ്റ്. ദാറ്റ് ഈസ് കമ്മ്യൂണിറ്റിയുടെ ഡെഫിനിഷൻ അതാണ്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി ചേഞ്ച് ഏജൻ്റായിട്ടും പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ദെൻ വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ദാറ്റ് ഈസ് വി ആർ ഫോക്കസിങ് ഓൺ ദ ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് ആൻഡ് വി ആർ ഫോക്കസിങ് ഓൺ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സോഷ്യൽ വർക്ക്. നമുക്കറിയാം ഈ പിക്ചർ കാണുന്ന പോലെ തന്നെ സാധാരണഗതിയിൽ രോഗികളായിട്ടാണ് ഡീൽ ചെയ്യേണ്ടി വരിക. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ട ഇൻ്റർവെൻഷൻസ് ഏതൊക്കെ രീതിയിലാണോ, ഒരു വ്യക്തിക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം. സാമ്പത്തികമായിട്ട് വരാം, എക്കണോമിക്, അതുപോലെ തന്നെ സോഷ്യൽ എൻവയറൺമെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഒരു മെഡിക്കൽ സോഷ്യൽ വർക്കർ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഈ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വരാം. തീർച്ചയായിട്ടും അതിലൊക്കെ സാധാരണഗതിയിൽ ഒരു റിലാക്സേഷൻ കൊടുക്കാനായിട്ട് മെഡിക്കൽ സോഷ്യൽ വർക്കറിന് കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് മെഡിക്കൽ സോഷ്യൽ വർക്കറിൻ്റെ പ്രാധാന്യം. നെക്സ്റ്റ് വൺ, സ്കൂൾ സോഷ്യൽ വർക്കർ. we know what the school social worker did in the school. നമുക്കറിയാം ഓരോ കുട്ടികളെ കൃത്യമായിട്ട് ഓരോ ക്ലാസ്സിലെ കുട്ടികളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അവരുടെ പ്രശ്നത്തിന് ഉതകുന്ന പരിഹാരം നിർദ്ദേശിക്കുകയും ആ പ്രശ്നത്തിൽ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സ്കൂൾ സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ സ്കൂൾ സോഷ്യൽ വർക്ക് ചെയ്യുന്നത് അതാണ്. തീർച്ചയായിട്ടും സ്കൂൾ സോഷ്യൽ വർക്കറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്ത് ദേ വിൽ മോട്ടിവേറ്റ് ദ സ്റ്റുഡൻസ് ആൻഡ് ദേ വിൽ ഡീൽ വിത്ത് ദ സ്റ്റുഡൻസ്. എന്താ പറയുക, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അത് സാധാരണഗതിയിൽ ഈവൻ ഡിസബിലിറ്റി ഇൻ ദ സെൻസ് ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് അതർ തിങ്സ്, വേരിയസ് ടൈപ്പ് ഓഫ് ചിൽഡ്രൻ, എന്താ പറയുക, ഈ അങ്ങനെയുള്ള ആളുകളായിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളായിട്ടാണ് ഈ പറയുന്ന സോഷ്യൽ വർക്കേഴ്സ് അവിടെ ഇടപെടുക. നെക്സ്റ്റ് വൺ, കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർ. കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർ we are also focusing on the different communities for dealing with the different problems, and we are focusing on the community participation to deal with that particular problems. നമുക്കറിയാം കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കർ അവിടെ എന്താ ചെയ്യണമെന്നുള്ളത്. അവിടെ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ആ പ്രോബ്ലത്തെ എന്താ പറയുക പലതരത്തിൽ ക്രോഡീകരിക്കുന്നു, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് അവിടെ നടപ്പിലാക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം. നെക്സ്റ്റ്, പാലിയേറ്റീവ് സോഷ്യൽ വർക്കർ. പാലിയേറ്റീവ് സോഷ്യൽ വർക്കർ എന്താ ചെയ്യുന്നതെന്ന് അറിയാം. എന്താ പറയുക, ഇനി ജീവിതത്തിൽ ഒരാശയില്ലാത്ത രോഗികളെ കൗൺസിലിംഗ് ചെയ്യുന്നു, പലതരത്തിലുള്ള തെറാപ്പീസ് ചെയ്യുന്നു, പലതരത്തിലുള്ള മെൻ്റലായിട്ടുള്ള ഹെൽപ്പ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സോഷ്യൽ വർക്കർ ചെയ്യേണ്ടത് എന്താണോ, ഒരു സപ്പോർട്ട്, മെൻ്റൽ സപ്പോർട്ട്, സൈക്കോളജിക്കൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ്, ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ. തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോഡേൺ ഇറയിൽ നമുക്കറിയാം, we are dealing with the different kinds of mental health issues. പലതരത്തിലുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ ഇഷ്യൂസിൻ്റെ പ്രധാനപ്പെട്ട പ്രാഥമിക ആരംഭം എവിടെ നിന്നാണോ, റൂട്ട് കോസ് എവിടെ നിന്നാണോ, ആ കാരണം, ഈ മൂലകാരണം എവിടെ നിന്നാണോ അവിടെ നിന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ സബ്സ്റ്റാൻസ് അബ്യൂസ്,
ആൽക്കഹോളിസം, ഡ്രഗ് അബ്യൂസ്, മറ്റ് തരത്തിലുള്ള എന്താ പറയുക അബ്യൂസസ് ഒക്കെ ഇതിനുള്ളിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, ഇപ്പോൾ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ. ഞാൻ ഈ മെൻ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് നമുക്കറിയാം, വി ആർ ഡീലിംഗ് വിത്ത് ദ സ്പെഷ്യലൈസേഷൻസ് ഓഫ് മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക്. In medical and psychiatric social work, we are focusing on this kind of palliative social worker and mental health issues and substance. We are dealing with the we will deal with the mental health issues and substance abuse issues, and psychiatric social worker here dealing with the different mental illness, exactly mental illness. Military and veteran social worker, that we can find in military services, and veteran means retired, aged, or geriatric care social work. And now we move on to different areas of specialization. Child, family, and school social worker. We are focusing on we have deal with the child, family and child welfare. In that particular specialization, we are focusing on this kind of people. Community social worker, different rural and urban community development. We have the specialization of rural and urban community development. Here we can find the different community characteristics, and we will study the different community problems and how we deal with that particular problems. And third one, hospice and palliative care social worker, medical and health social worker, mental health and substance abuse social worker, military veteran social worker, and psychiatric social worker. And now we move on to each specific specializations in the field of social worker. Medical and health social worker, focusing on works in hospital setting and helps to eliminate or reduce the deal with the emotional, financial, and physical struggles that a serious medical condition can cause an individual or family. And in this specialization, the social workers provides counseling and practical assistance. The connecting practical assistance means connecting the clients to the various resources. In social case worker, we study the one of the treatment methods, that is administration of practical services. And here we are dealing with the clients and we are connecting the various resources to the client in need. And next one, psychiatric social workers. What they do in their specialization? Here they works with the disturbed children and adolescents with behavior problems. Not only children but also every age people. They are dealing with the different kinds of people with the behavior problems, and mainly focusing on the learning problems of the children. Make an assessment of the factors contributing to the problem, and they are assessing the factors which are contributing that particular problems. Conduct family therapy and other kinds of intervention. Whatever they want, what kind of help they want, and they assess the kind of help they want, and conduct that kind of interventions, helping the psychiatrist to assess new referrals. That means to assist the psychiatrist to assess the psychiatrist and new referrals. And they act as an liaison with the teachers and educational psychologists. Community social worker, we also studied in that community organization which are the roles of social workers in community organization method. That is in this specialization, community specialization, the social workers plan, coordinate, and organize efforts related to infrastructure, volunteering, and fundraising within the specific communities. What kind of help they want, social worker intervenes.
works with the community-based non-profit organization. We also focusing on the non-profit organization, that is NGOs, non-governmental organizations. We are working in the various kinds of projects to help the heal neighborhoods in the wake of tragedies and natural disasters and other kind of help. Child, family and school social workers. What are the things they are doing in that particular specialization? They are dealing with the all sorts of situations, such as helping a child who has experienced trauma or abuse, provide counseling services at schools, who are experiencing grief over the death of a friend, family member and other matters also. And they are helping the parents find the right resources for their child who is suffering from a severe mental illness, and what kind of resources they want, and they are suggesting that kind of resources for their children. And next slide, we are moving on to hospice and palliative social worker. Help or care for someone who is seriously or terminally ill. ഞാൻ നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ള ആളുകളെ, പലതരത്തിലുള്ള ഈ ഒരു ജീവിതത്തിൽ ഹോപ്പില്ലാത്ത ആളുകളെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുക. ദേ ഹെൽപ്പ് ദ പ്രൊവൈഡ് റിലീഫ് ഫ്രം പെയിൻ, ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ്, അസിസ്റ്റ് വിത്ത് ദ ഡിഫിക്കൽട്ട് ഡിസിഷൻ മേക്കിംഗ്, ഹെൽപ്പ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഓഫ് എൻ ഇൽ ഇൻഡിവിജ്വൽ. നമുക്കറിയാം ആളെ ഡയറക്റ്റായിട്ട് മാത്രമല്ല ഹെൽപ്പ് ചെയ്യുക, ആ ഫാമിലീസിന് എന്തൊക്കെ ഒരു പക്ഷേ അയാളായിരിക്കും ആ ഫാമിലിയിൽ ഇൻകം ഏണർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഫാമിലിനെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ സോഷ്യൽ വർക്കർ ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ്, മെൻ്റൽ ഹെൽത്ത് ആൻഡ് സബ്സ്റ്റാൻസ് അബ്യൂസ് സോഷ്യൽ വർക്കേഴ്സ്. അസിസ്റ്റ് ദ ഇൻഡിവിജ്വൽസ് ഹു സ്ട്രഗിൾ വിത്ത് അഡിക്ഷൻ, സബ്സ്റ്റാൻസ് അബ്യൂസ് ഓർ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്. നമുക്കറിയാം ആൽക്കഹോളിസം, ഡ്രഗ് അബ്യൂസ് ആൻഡ് അതർ സബ്സ്റ്റാൻസ് യൂസേഴ്സ്, they are facing so much problems, they are facing mental health problems. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ സ്ട്രെസ്സ് കൊടുത്തിട്ടായിരിക്കും തീർച്ചയായിട്ടും ഈ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് സോഷ്യൽ വർക്കേഴ്സ് സപ്പോർട്ട് കൊടുക്കുക. അത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ, തീർച്ചയായിട്ടും അതിൻ്റെ ആരാണോ അതിൻ്റെ വിക്ടിംസ് അവർക്കാണ് തീർച്ചയായിട്ടും സോഷ്യൽ വർക്കേഴ്സ് ഹെൽപ്പ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ്, മിലിറ്ററി ആൻഡ് വെറ്ററൻ സോഷ്യൽ വർക്കേഴ്സ്. ഹിയർ ഹെൽപ്സ് ബോത്ത് ദ സോൾജിയേഴ്സ് ആൻഡ് ദെയർ ഫാമിലീസ് വിത്ത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്. തീർച്ചയായിട്ടും അറിയാം, ഇവിടെ നമുക്ക് ഈ പറയുന്ന റോള് പെർഫോം ചെയ്യുന്ന, ഈ പറയുന്ന ഫീൽഡിൽ പെർഫോം ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്, എസ്പെഷ്യലി ഇൻ കേരള. ഇവിടെ നമുക്കറിയാം ഒരു പട്ടാളക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ ആ പട്ടാളക്കാരൻ്റെ ഫാമിലി ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് സിറ്റുവേഷനിലേക്ക് പോകാം, അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവാം അവർക്ക്. അതുപോലെ തന്നെ they have so much implications and stresses of returning home. ഈ പറയുന്നത് പട്ടാളക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവർ ഇത്ര നാൾ വർക്ക് ചെയ്ത് തിരിച്ചു എത്തുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം. ആൻഡ് എനി സബ്സ്റ്റാൻസ് അബ്യൂസ് ദാറ്റ് മേ occur as a result of combat. അത് കാരണം ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളിലായിട്ട് ഡീൽ ചെയ്യുന്നതാണ് ഈ ഫീൽഡ്. അതുപോലെ അതർ സ്പെഷ്യലൈസേഷൻ നമുക്കറിയാം, ജെറണ്ടോളജിക്കൽ സ്പെഷ്യലൈസേഷൻ ഡീൽ വിത്ത് ദ കെയർ ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ ഇൻ ഓൾ പീപ്പിൾസ് ഹോം. അതായത് ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഓൾഡ് ഏജ് ഹോം എന്ന് പറയും. വർക്ക്സ് ഇൻ സെൻറ്റേഴ്സ് ഹാൻഡ്ലിംഗ് കെയേഴ്സ് ഓഫ് എയ്ഡ്സ്, HIV AIDS. നെക്സ്റ്റ് ഫീൽഡാണ് ക്രിമിനോളജി ആൻഡ് കറക്ഷണൽ സോഷ്യൽ വർക്കേഴ്സ്. നമുക്കറിയാം ദേ ആർ വർക്കിംഗ് ഇൻ പ്രിസൺ എസ്പെഷ്യലി ആൻഡ് റിമാൻഡ് ഹോംസ്, ക്രൈം ആൻഡ് ഡെലിക്വൻറ്റ് പ്രിവെൻഷൻ പ്രോഗ്രാംസ്. നമുക്കറിയാം പലതരത്തിലുള്ള കുട്ടികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വലിയവരുടെ ഇടയിലുള്ള ക്രൈം ഇൻ്റർവെൻഷൻസ് ആയിരിക്കാം. ഇതൊക്കെയാണ് അവർ ഡീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നതെന്ന് അസസ് ചെയ്ത് കണ്ടുപിടിച്ച് അതിൽ ഇൻ്റർവെൻഷൻസ് നടത്തുന്നതാണ് ക്രിമിനോളജി ആൻഡ് കറക്ഷണൽ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. റിസർച്ച് സോഷ്യൽ വർക്കേഴ്സ് ക്യാരി ഓൺ സോഷ്യൽ റിസർച്ച്. നമുക്കറിയാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ്, they will work in clinics, hospitals, child CGC. നമുക്കറിയാം CGC എന്താണെന്നുള്ളത്. മെൻ്റൽ ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജസ്, കമ്മ്യൂണിറ്റി പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സ്. ഇവിടെയൊക്കെയാണ് അവരുടെ ജോലിയുള്ളത്. നേരത്തെ പറഞ്ഞ എന്താ പറയുക റോളായിട്ട് പെർഫോം ചെയ്യേണ്ടി വരും ഇവിടെയാണ്. അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സ് ഇൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്. നമുക്ക് ഈ 2 സ്പെഷ്യലൈസേഷനാണുള്ളത് ക്രൈസ്റ്റിന്. സോഷ്യൽ വർക്കേഴ്സ് ഇൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, they are involved in field work in community groups,
government and voluntary agencies, that is they are working for the NGOs and they are working in the different projects of different NGOs. നമുക്ക് ഉദാഹരണത്തിന് പറയാം കെസിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന CMI കോൺഗ്രിഗേഷൻ്റെ അണ്ടറിലുള്ള കെസ് ഭവൻ നമ്മുടെ അടുത്ത് കിടക്കുന്നതാണ്. അവിടെ ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ഉണ്ട്, അവിടെ ഒരുപാട് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. അതുപോലെയുള്ള ഡിഫറെൻറ്റ് NGOസിലാണ് അവർ വർക്ക് ചെയ്യുക. ദേ ആർ ഡീലിംഗ് വിത്ത് ദ സ്പെസിഫിക് പ്രോബ്ലംസ് ഓഫ് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് and they are planning, implementing different projects, evaluating different projects, they are monitoring different projects. ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അവർ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. നെക്സ്റ്റ് ചൈൽഡ് കെയർ ആൻഡ് ഫാമിലി, ഇപ്പോൾ ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഫീൽഡ് വർക്ക് നമ്മുടെ ക്രൈസ്റ്റിലില്ല. ദേ ആർ വർക്കിംഗ് ഇൻ ഫാമിലി പ്ലാനിങ് ആൻഡ് എയ്ഡ്സ് അവയർനെസ് ക്യാമ്പയിൻ. ഇവിടെ എയ്ഡ്സ് അവയർനെസ് ക്യാമ്പയിൻ എന്ന് പറയുന്ന സംഭവം നമുക്കില്ല. പക്ഷേ നമുക്ക് ഈ ICTC കൗൺസിലേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സോഷ്യൽ വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് അതുണ്ടോ, അത് ഇത് ഇന്ത്യൻ കോണ്ടക്സ്റ്റിലുള്ള പറയുന്നതല്ല, കൂടുതലും വെസ്റ്റേൺ കൺട്രീസിലുള്ളതാണ്. അതുപോലെ തന്നെ ക്രിമിനോളജി ആൻഡ് കറക്ഷണൽ സോഷ്യൽ വർക്കേഴ്സ് നമുക്കറിയാം, നേരത്തെ പറഞ്ഞു, ദേ ആർ വർക്കിംഗ് ഇൻ ദ പ്രിസൺസ് ആൻഡ് അതർ സ്കൂൾസ്, ഇൻഡസ്ട്രിയൽസ് ആൻഡ് കോർപ്പറേറ്റ് സെക്ടർ, CSR എന്ന് പറയുന്നതാണ്. നമുക്ക് ഈ റോൾ പ്ലേ എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് ചെയ്യാം. ഇത്രയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ. അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. വി ആർ എക്സ്പെക്റ്റിംഗ് ആൻഡ് ഐ ആം എക്സ്പെക്റ്റിംഗ് യുവർ ഫീഡ്ബാക്ക് ഇൻ ദിസ് ഫോർ ദിസ് പ്രസൻറ്റേഷൻ.